നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എല്ലാ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും പണമാക്കി മാറ്റുകയാണ് പിണറായി വിജയൻ എന്ന ആരോപണം വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച ചർച്ചകൾ കെട്ടടങ്ങിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. വയനാട് പുനരധിവാസ തുകയെപ്പറ്റി സർക്കാർ പറയുന്നത് പെരുപ്പിച്ച കണക്കാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വയനാട് പുനരധിവാസത്തിനായി ചെലവാക്കാൻ സർക്കാർ പറയുന്ന കണക്കുകൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന ആക്ഷേപമുയരുന്നു. പുനരധിവാസത്തിന് വേണ്ടി വരുന്നതായി സർക്കാർ പറയുന്ന തുക യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങൾ എങ്ങും വിശകലനങ്ങൾ തന്നെയാണ്. 729 കുടുംബങ്ങളാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. ഓരോ കുടുംബത്തിനും 1 കോടി രൂപ വീതം നൽകിയാലും 729 കോടി മതിയെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. അടിയന്തര പുനരധിവാസത്തിന് 2000 കോടി വേണമെന്നാണ് സർക്കാർ പറയുന്നത്. കൂടാതെ മൊത്തത്തിലുള്ള അതിജീവന പാക്കേജായി അതിന്റെ 4 ഇരട്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതും. വസ്തു വാങ്ങി വീട് വയ്ക്കൽ, വീട്ടുപകരണങ്ങൾ, വരുമാന മാർഗമൊരുക്കൽ തുടങ്ങിയവയാണ് അടിയന്തര ആവശ്യങ്ങൾ. ക്ഷീരമേഖലയിൽ 68.13 ലക്ഷത്തിന്റെ നഷ്ടമെന്നാണ് സർക്കാർ കണക്ക്. 2.5 കോടി രൂപയുടെ നഷ്ടമാണ് മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ടായത്. ഇത് രണ്ടും കൂടി 3 കോടിയിൽ താഴെയും. അങ്ങനെ നോക്കിയാൽ തന്നെ കൃഷിനാശത്തിന്റെയും കന്നുകാലി നാശത്തിന്റെയും നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്ക് എല്ലാം കൂടി ഒരു കുടുംബത്തിന് 1 കോടിയിലധികം മതിയാകുമെന്നാണ് ചർച്ച. സർക്കാർ പറയുന്നത് പോലെ ടൗൺഷിപ്പ് ഒരുക്കുകയാണെങ്കിൽ പോലും 2000 കോടി എന്തിനാണെന്ന് സാമ്പത്തിക വിദഗ്ധരും ചോദിക്കുന്നു. ഇപ്പോൾ തന്നെ നിരവധി സംഘടനകളും വ്യക്തികളും ഭൂമിയും വീടും നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇതുവരെ പുറത്തു വന്ന കണക്കനുസരിച്ച് തന്നെ വീടുകൾ 1000-ഓടടുക്കുന്നു. അപ്പോൾ വീട് നിർമ്മാണ ചെലവ് സർക്കാരിന്റെ ചുമലിലല്ല, ടൗൺഷിപ്പിന് ആവശ്യമായ ഭൂമി നൽകാമെന്ന് ചില വ്യക്തികളും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. വീട്ടുപകരണങ്ങൾ വാഗ്ദാനം ചെയ്തവരുമുണ്ട്. 197.5 കോടി രൂപ ഇന്നലെ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിക്കഴിഞ്ഞു. റോഡും പാലവും കുടിവെള്ളവും വൈദ്യുതിയും ഒരുക്കുക മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള ചെലവ്. അതിന് 2000 കോടി എന്തിന് എന്നാണ് സാമ്പത്തിക വിദഗ്ധരും ചോദിക്കുന്നത്. സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് പ്രാഥമിക നിഗമനത്തിൽ 1200 കോടിയുടെ നഷ്ടമെന്നാണ്. 1055 വീടുകൾ വാസയോഗ്യമല്ലാതായി, 231 പേർ മരിച്ചു, 128 പേരെ കാണാതായി, 4 പാലം, 250 കടകൾ, 100 മറ്റ് കെട്ടിടങ്ങൾ, 1.5 കിലോമീറ്റർ റോഡ്, 626 ഹെക്ടർ കൃഷിഭൂമി എന്നിവ നഷ്ടമായി എന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ഇവയുടെ പുനർനിർമ്മാണ കണക്ക് നോക്കിയാലും സർക്കാരിന് മുന്നിലുള്ള സഹായ വാഗ്ദാനങ്ങൾ മാത്രം മതിയെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.